ഫ്രണ്ട്സ് നമസ്കാരം. സൺഡേ വിത്ത് സെൽമയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ചക്കക്കുരു കൊണ്ടുള്ള വ്യത്യസ്തമായ ഒരു വിഭവം, ചക്കക്കുരു ഫ്രൈ. ചക്കക്കുരു കൊണ്ടുള്ള ഫ്രൈ. ഇതിലേക്ക് വേണ്ട ചേരുവകൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. ചക്കക്കുരു പുറത്തെ വെളുത്ത തൊലി ഇതുപോലെ കളഞ്ഞതിന് ശേഷം 4 നീളത്തിൽ കട്ട് ചെയ്തത് 40 എണ്ണം. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, കാശ്മീരി മുളക് പൊടി 2 ടീസ്പൂൺ, കറിവേപ്പില 4 തണ്ട്, ഉപ്പ് ആവശ്യത്തിന്, എണ്ണ ഡീപ്പ് ഫ്രൈ ചെയ്യാൻ ആവശ്യമുള്ളത്. ആദ്യം തന്നെ നമുക്ക് ചക്കക്കുരു മാരിനേറ്റ് ചെയ്യാം. ഇതിനു വേണ്ടി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചക്കക്കുരുവിലോട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, എടുത്തു വെച്ചിരിക്കുന്ന കറിവേപ്പിലയിൽ നിന്നും 1 തണ്ട് കറിവേപ്പില എന്നിവയെല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. മസാല നന്നായിട്ട് ചക്കക്കുരുവിൽ കോട്ട് ചെയ്യണം. ചക്കക്കുരുവിൻ്റെ ബ്രൗൺ തൊലി ഞാൻ കളയാതെയാണ് എടുത്തിരിക്കുന്നത്. ഈ ബ്രൗൺ തൊലിക്ക് വളരെയധികം പോഷക ഗുണങ്ങളുണ്ട്. നിങ്ങൾക്ക് ബ്രൗൺ തൊലി കളയണമെങ്കിൽ കളയാം, കാണാൻ ഒന്നുകൂടി ഭംഗിയുണ്ടാവും. ഇപ്പോൾ മസാല ചക്കക്കുരുവിൽ നന്നായിട്ട് കോട്ട് ചെയ്തിട്ടുണ്ട്. ഞാനിന്നിവിടെ മാരിനേറ്റ് ചെയ്ത് വയ്ക്കുന്നില്ല. 1/2 മണിക്കൂറോളം മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ ഒന്നുകൂടി രുചിയായിരിക്കും. ചക്കക്കുരു നമുക്കിനി ഫ്രൈ ചെയ്തെടുക്കാം. ഇതിനു വേണ്ടി ഒരു ഫ്രൈയിങ് പാനിലോട്ട് ഡീപ്പ് ഫ്രൈ ചെയ്യാൻ ആവശ്യമുള്ള എണ്ണ ഒഴിച്ച് ചൂടാക്കുക. ഞാനിന്നിവിടെ 1 കപ്പ് കനോള ഓയിലാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ യൂസ് ചെയ്യാം. എണ്ണ ഇപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലോട്ട് ആദ്യം തന്നെ ബാക്കിയുള്ള 3 തണ്ട് കറിവേപ്പിലയിട്ട് ഫ്രൈ ചെയ്യുക. ഇതൊരു പേപ്പർ ടവലിട്ട പാത്രത്തിലോട്ട് കോരി മാറ്റി വയ്ക്കുക. നമുക്കിത് ചക്കക്കുരു ഫ്രൈ ചെയ്തതിന് ശേഷം അതിലോട്ടിട്ട് ഡെക്കറേറ്റ് ചെയ്യാം. ചക്കക്കുരുവിന് നല്ല കറിവേപ്പിലയുടെ ഫ്ലേവർ കിട്ടുകയും ചെയ്യും. നന്നായിട്ട് തിളച്ച എണ്ണയിലോട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചക്കക്കുരു ഇട്ട് ഫ്രൈ ചെയ്യുക. ഫ്ലെയിം മീഡിയം ടു ലോയിൽ വെച്ച് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുക. ഇടയ്ക്കിടെ ഇതുപോലൊന്ന് ഇളക്കി കൊടുക്കണം. ചക്കക്കുരു ഫ്രൈ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇതൊരു പേപ്പർ ടവൽ ഇട്ട പ്ലേറ്റിലോട്ട് കോരി മാറ്റി വയ്ക്കുക. ബാക്കിയുള്ള ചക്കക്കുരുവും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുക. നമ്മുടെ അടിപൊളി ചക്കക്കുരു ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇതിലോട്ടിനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കറിവേപ്പിലയും കൂടി ഇട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു സെർവിങ് ഡിഷിലോട്ട് മാറ്റി
ചായയുടെ കൂടെ സെർവ് ചെയ്യുക. നമ്മുടെ വളരെ സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ചക്കക്കുരു ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്തൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണുന്നത് വരെ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.